MS ലിഷോയും ഗോകുൽ വി എസുമാണ് വിവരങ്ങളുമായി തുടരുന്നത്. ലിഷോയ്, ഇപ്പോൾ കോടതി നടപടി ഏത് ഘട്ടം വരെ എത്തി? കോടതി നടപടികൾ ഇപ്പോഴും ഈ ശിക്ഷ വിധിക്കുന്നതിന് മുൻപായുള്ള വാദം തുടരുകയാണ്. പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ അവസാനിച്ചത്. ഈ പ്രതിഭാഗം വാദം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതായത് പ്രോസിക്യൂഷന്റെ വാദം പ്രതിഭാഗത്തിന്റെ വാദം ആരംഭിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ പ്രായം പരിഗണിച്ച് ശിക്ഷ ഇളവ് നൽകണം എന്നുള്ളൊരു വാദമാണ് പ്രതിഭാഗത്തിന്റെ വാദം ആരംഭിച്ചിട്ടില്ല. അതിന് മുൻപായി തന്നെ പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോഴും തുടരുന്നുണ്ട്. വധശിക്ഷ നൽകിയില്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുക ഈ ഒരു കേസിൽ എന്നുള്ളതാണ് പ്രതിഭാഗം വാദം അല്പസമയത്തിനകം ആരംഭിക്കും. പ്രതിഭാഗത്തിന്റെ വാദവും ആരംഭിക്കുകയാണ്. വധശിക്ഷ നൽകിയില്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും കോടതി നൽകുക എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിഭാഗത്തിൻ്റെ വാദവും ആരംഭിച്ചു. എന്തൊക്കെ വാദങ്ങൾ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് വരും എന്നതാണ് ഇനി അറിയേണ്ടത്. പരമാവധി ശിക്ഷയെ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. കോടതിക്ക് സമീപത്ത് വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. നേരത്തെ ചെന്താമരയെ കസ്റ്റഡിയെടുക്കുമ്പോൾ നാട്ടുകാർ വലിയൊരു യജ്ഞം അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നതാണ്. ചെന്താമരയ്ക്ക് നേരെ ആക്രമണ സ്വരം ഉയർന്നതാണ്. പോലീസ് സ്റ്റേഷനിലേക്കും മറ്റും കൊണ്ടുവന്നത് പോലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അകമ്പൊടിയോട് കൂടിയായിരുന്നു. നാടിനാകെ നടക്കിയ വലിയൊരു സംഭവമാണ്. 2019 ഒരു കൊലപാതകം, അതിൻ്റെ നിയമ നടപടിക്രമങ്ങളും ശിക്ഷയും ആ കാലയളവിന് ഇടയിൽ തന്നെ 2025 വീണ്ടും ആ പകയുടെ തുടർച്ചയായി 2 പേരെ കൂടി കൊലപ്പെടുന്നു. ഇനിയും ആളുകളെ കൊല്ലും എന്ന ഭീഷണി നിലനിൽക്കുന്നു. അതിനിടയിലാണ് വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി ചെന്താമരയെ അന്ന് കസ്റ്റഡിയെടുക്കുകയും ജയിലിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ കോടതി പരിസരത്തും നിരവധി ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. പ്രതിഭാഗത്തിൻ്റെ വാദം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിഭാഗം ഏത് നിലയിലായിരിക്കും കോടതിയിൽ അന്തിമമായി വാദങ്ങൾ നിരത്തുക എന്നതുകൂടിയാണ് ഇനി അറിയേണ്ടത്. വധശിക്ഷ, പരമാവധി ശിക്ഷ എന്ന ആവശ്യത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയുമാണ്. ലിഷോയ്, തുടരാം. തീർച്ചയായും, അതായത് പ്രതിഭാഗം സ്വാഭാവികമായും ഈ ചെന്താമരയ്ക്ക് ശിക്ഷ ഇളവ് നൽകണം എന്നുള്ള കാര്യം തന്നെയായിരിക്കും മുന്നോട്ട് വയ്ക്കുക. അതിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ അവർ നേരത്തെ മുന്നോട്ട് വെച്ചത് ഇയാൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുടുംബപരമായ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു കൃത്യം നടന്നത് എന്നുള്ള ഒരു രീതിക്കാണ് പ്രതിഭാഗത്തിൻ്റെ ഒരു വാദം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നത്. അത് തന്നെയായിരിക്കും. മാത്രമല്ല, ചെന്താമരയുടെ പ്രായം, കൂടാതെ അയാൾ ജയിലിൽ ഉൾപ്പെടെ യാതൊരു വിധത്തിലും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ജയിൽ വകുപ്പിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ശിക്ഷ ഇളവ് നൽകണം എന്നൊരു വാദമായിരിക്കും പ്രതിഭാഗത്തിൻ്റെതായി ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്തായാലും പ്രതിഭാഗം വാദം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അതായത് യാതൊരു വിധത്തിലും ഈ വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ചെന്താമരയ്ക്ക് നൽകരുത് എന്നുള്ളതാണ്. അങ്ങനെ നൽകുകയാണെങ്കിൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുക. മാത്രമല്ല, ഈ ചെന്താമര കൊലപ്പെടുത്തിയ 3 പേരുടെ കുടുംബാംഗങ്ങൾ, ബാക്കിയുള്ളവർ, അതായത് ഈ സുധാകരൻ്റെ മക്കൾ 2 പേർ ഉൾപ്പെടെ ഇപ്പോഴും ആ പരിസരത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന ആ കുട്ടികൾക്ക് അവരുടെ ജീവന് പോലും ഈ ചെന്താമര ഭീഷണിയാണ്. മാത്രമല്ല, അവർ പലപ്പോഴും പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ചെന്താമര ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ തങ്ങളെയും വധിക്കും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് തന്നെയാണ്. മാത്രമല്ല, അയൽവാസിയായിട്ടുണ്ടായിരുന്ന സ്ത്രീ പുഷ്പയും അതുപോലെ തന്നെ ശിവരാജനും ഇവരെ കൊലപ്പെടുത്തുമെന്ന് ചെന്താമര പരസ്യമായി തന്നെ നേരത്തെ തെളിവെടുപ്പ് വേളയിലും അതുപോലെ തന്നെയൊക്കെ തന്നെ അതിന് ശേഷം നടന്ന പല ഘട്ടങ്ങളിലും ഒക്കെ തന്നെ ചെന്താമര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെന്താമര ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇയാൾക്ക് ശിക്ഷ പരമാവധി ലഭിച്ചില്ലെങ്കിൽ അവർക്ക് കൂടി, അല്ലെങ്കിൽ ഈ സുധാകരൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ അയൽവാസികൾക്കുമൊക്കെ തന്നെ ഇനിയും ജീവന് ഭീഷണി ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ എന്തായാലും വാദിച്ചിരുന്നത്. മുൻപ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കേസ് എന്ന പാറ്റേണിൽ വരുന്ന കേസാണ് 2019 സജിതയുടെ കൊലപാതകം. 2025 ഈ നിയമ നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ ഭർത്താവായ സുധാകരനെയും അമ്മയും കൊലപ്പെടുത്തുന്നു. കോടതിക്ക് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും ഇനി അവശേഷിക്കുന്ന 2 മക്കളുടെ പശ്ചാത്തലവും കാണാതിരിക്കാൻ സ്വാഭാവികമായി കഴിയില്ല. അഖിലയും അതുല്യയും, കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കളായ അഖിലയും അതുല്യയും തങ്ങൾക്ക് ജീവിക്കാൻ ഭയപ്പെട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതെന്ന് കോടതിയിൽ തന്നെ വന്ന് കണ്ണീരോടെ പറഞ്ഞതാണ്. ചെന്താമര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തങ്ങളെയും അപായപ്പെടുത്തും, അതിനാൽ പരമാവധി ശിക്ഷ നൽകണം എന്ന് അഖിലയും അതുല്യയും കോടതിയിൽ ആവശ്യപ്പെട്ടതാണ്. സ്വാഭാവികമായും കോടതിക്ക് അക്കാര്യം പരിഗണിക്കേണ്ടി വരും. മാത്രമല്ല, ഈ കേസിലെ സാക്ഷികളുടെ കാര്യം പരിശോധിച്ചാൽ കേസിലെ സാക്ഷികൾ 80-ലധികം സാക്ഷികൾ ഈ കേസിൽ ഉള്ളതാണ്. പക്ഷേ
നിരവധി പേർ സാക്ഷികളായി ഈ കേസിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും അവരും ഭയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പലരും പലയിടത്തേക്ക് മാറി എന്ന വിവരം കോടതിക്ക് മുന്നിൽ ഉണ്ട്. ഇപ്പോൾ നാടുവിട്ടു പോയ സാക്ഷികളുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കേസിലെ പ്രധാന സാക്ഷിയെ പുഷ്പ എന്ന സ്ത്രീ ചെന്താമരയുടെ ഭയം കാരണം തങ്ങളുടെ വീട് ഉപേക്ഷിച്ചപ്പോൾ കോയമ്പത്തൂരിലേക്ക് മാറിയിരിക്കുകയാണ്. അക്കാര്യം കോടതിക്ക് മുന്നിലുണ്ട്. കേസിൻ്റെ വിചാരണ വേളയിൽ പോലും പ്രതി തങ്ങളെ ഭീഷണിപ്പെടുത്തി, കോടതി പരിസരത്ത് പോലും ഭീഷണിപ്പെടുത്തി എന്ന ഗൗരവതരമായ സാഹചര്യം നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ ചെന്താമരയ്ക്ക് നൽകണം എന്ന ആവശ്യം കോടതിക്ക് മുന്നിൽ ഉള്ളത്. ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം കൊലപാതകം വകുപ്പ് 103(1) പ്രകാരം കൊലപാതകം വകുപ്പ് ചെന്താമരയ്ക്ക് മേൽ നേരത്തെ പോലീസ് ചുമത്തിയതാണ്. 126(2) പ്രകാരം തെരഞ്ഞെടുത്തൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ സാഹചര്യം കൊണ്ട് പക്ഷേ അപൂർവങ്ങളിൽ അപൂർവം എന്ന സാഹചര്യത്തിലേക്ക് നിൽക്കുന്ന അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ്. അക്കാര്യത്തിൽ കോടതിയുടെ തീർപ്പ് എന്താണ് ഇനി അറിയേണ്ടത്.